അപ്പം -5 അല്ലേ, -5x ആയതുകൊണ്ട് -5 × 1 എന്ന് പറഞ്ഞാൽ നമുക്ക് -5 കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടിനുള്ള പോയിന്റ് കിട്ടി. നമുക്കിനി ഇത് രണ്ടും കൂടെ നമ്മുടെ ഗ്രാഫിലോട്ട് വരയ്ക്കാം. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചേക്കുമല്ലായിരുന്നു, അതായിരിക്കുന്നു ഗ്രാഫ്. അപ്പോൾ ശ്രദ്ധിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. ഓരോരോ പോയിന്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗ്രാഫ് y = 5x ആയിരുന്നു. അപ്പോൾ y = 5xൻ്റെ പോയിന്റ്സ് എടുത്ത് വയ്ക്കുക. നമുക്ക് ശരിക്കും ഈ ഗ്രാഫിൽ തന്നെ സൈഡിലോട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് എളുപ്പം കിട്ടി. ഇതിപ്പോൾ നമ്മൾ വേറെ പേപ്പറിലൊക്കെ എഴുതുമ്പോൾ തപ്പിയെടുത്തുകൊണ്ടൊക്കെ വരണ്ടേ. അപ്പോൾ നോക്കാം എന്തായിരുന്നു y = 5x. y = 5xനകത്തോട്ട് വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഗ്രാഫിലെടുത്തു x0. ആദ്യം 5xൻ്റെ x = 5xൻ്റെ ഗ്രാഫാണ് എടുക്കുന്നത്. x-ഉം 0 y-ഉം 0, x-ഉം 0 y-ഉം 0. അത് നമ്മുടെ ഒറിജിൻ തന്നെ ആണല്ലോ. നമുക്ക് വേറൊരു കളർ ഇട്ട് മാർക്ക് ചെയ്യാം. ഒരെണ്ണത്തിൻ്റെ ഗ്രാഫ്. അപ്പോൾ x-ഉം 0 y 0, ഇത് ഒറിജിനാണ് നമ്മുടെ 0 0 എന്ന് പറയുന്ന പോയിന്റ്. ഇനി അടുത്ത് നോക്കിയേ, x = 1 കൊടുക്കുമ്പോൾ y = എത്രയാണ്? x1 ആയിരിക്കുമ്പോൾ y 5 ആണ്. അപ്പോൾ ഇതില്ലേ x1 എന്ന് പറയുന്നത് 5 2 പോയിന്റ് മതിയല്ലോ. 2 പോയിന്റ് റെഡിയായി കിട്ടി. x1 ആയിരിക്കുമ്പോൾ y 5. ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഗ്രാഫ് വരയ്ക്കാൻ നന്നായിട്ട് പിടികിട്ടിയെന്ന് തോന്നുന്നു. 2 പോയിന്റ് പോരെ അത് കണ്ടുപിടിക്കാൻ. മിക്കവാറും 0 0, അതായത് കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 0 0 മിക്കവാറും ഇങ്ങനെ പോരും. ഇച്ചിരി കൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തോ. നമുക്ക് ഗ്രാഫ് വരച്ചിട്ട് ആരോ കൊടുത്തിട്ട് ഇതിൻ്റെ പേരെഴുതാം. y = 5x. y = 5xൻ്റെ ഗ്രാഫായി. ഇനി നമുക്ക് അടുത്തതെടുക്കാം. -5xൻ്റെ വരയ്ക്കണമല്ലോ. x0, അപ്പോൾ y-ഉം 0 0 0 ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. x1 ആയിരിക്കുമ്പോൾ y എത്ര? -5. ഇതാണല്ലോ x1 എന്ന് പറയുന്ന പോയിന്റ്. y -5 എന്ന് പറയുമ്പോൾ നമുക്ക് y ആക്സിസ് കീപ്പോട്ട് വന്നു. ദണ്ട് ഇവിടെ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് കേട്ടോ. ദണ്ട് ഈ പോയിന്റ് ഇതെത്ര? x1 y -5. ഈ 0 0 ഇതും കൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ഗ്രാഫ് വരയ്ക്കാമല്ലോ. നമ്മുടെ പോയിന്റ്സ് ഒറിജിനിൽ കൂടെ പോകുന്നായിരുന്നു, 0 5 കൂടെ പോകുന്നായിരുന്നു. നല്ല കെയർഫുള്ളായിട്ട് വരയ്ക്കണം. അത് രണ്ടും കൂടെ ക്രോസ് ചെയ്തേക്കുന്ന പോയിന്റിൽ തന്നെ പെൻസിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുവച്ച് ഇച്ചിരിയൊക്കെ മാറിപ്പോവും. തിക്കായതുകൊണ്ട് ഇച്ചിരി മാറിപ്പോവും. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമല്ലോ. അപ്പോൾ അതാ കണ്ടോ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. y = -5x. കണ്ടല്ലോ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. കണ്ടോ, ഇതിനകത്തും നമ്മൾ നോക്കിയേ, y = a constant × x എന്ന് മാത്രം വരുന്ന എല്ലാ ഗ്രാഫുകളും പോയിരിക്കുന്നത് ഏത് പോയിന്റ് ആണെന്ന് മനസ്സിലായല്ലോ. അതെല്ലാം പോകുന്നത് ഒറിജിനിൽ കൂടെ കടന്നു പോകുന്ന പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് വേറെ ഒരു 2 എണ്ണം കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് വരച്ച് നോക്കാം. നോക്കി, y = 3x - 1ഉം y = 3x, y = 3x + 1. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഗ്രാഫിനകത്ത് വരയ്ക്കേണ്ടത്. ഒരു ഗ്രാഫിൽ തന്നെ വരയ്ക്കാം. നമുക്കിതാ ഇവിടെ ഒത്തിരി സമയം കളയാതെ ഓൾറെഡി പുസ്തകത്തിലുള്ള ഒരു ഗ്രാഫ് ഷീറ്റിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ട് വരച്ച് നോക്കാം. അതാ ഇവിടെ ഒരു ഗ്രാഫ്. അതായത് അവർ ഏതോ ഒരു y = 2x - 1ൻ്റെ ഗ്രാഫ് അവിടെ കിടപ്പുണ്ട്. അത് നമ്മളൊന്ന് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. y = 2x - 1ൻ്റെ ഗ്രാഫ് ഇവിടെ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ബാക്കി നമുക്കെല്ലാം അവർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് y = 3x - 1ൻ്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y = 3x - 1. y = 3x - 1. മുമ്പിലത്തെ പോലെ തന്നെ നമ്മളങ്ങോട്ട് ഒരു ഷീറ്റ് എന്താ പറയുക, കോളം വരച്ചു. ഇവിടെ നമുക്ക് 2 പോയിൻ്റേ ഉള്ളൂ നിസാരമായിട്ട്. ഞാൻ ഇത് x എടുത്തു, ഇത് y എടുത്തു. y എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? എക്സിന് ഏത് വിലയാണോ എടുക്കുന്നത് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ആൻസറിൽ നിന്ന് 1 കുറയ്ക്കണം. അതായത് ഞാൻ x = 1 ഇതൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് എളുപ്പം ഇപ്പോൾ അറിയാം. x 1 ആയിരിക്കുമ്പോൾ y എങ്ങനെയാണെന്ന് നോക്കിക്കേ. 3 × 1 x 3x എന്ന് പറഞ്ഞാൽ 3 × x ആണല്ലോ. മൈനസ് ഈ 1 കിടപ്പുണ്ടത് 1 എന്ന് എഴുതും. 3 × 1 എന്തുവാ? 3 3 - 1 എന്തുവാ കിട്ടുന്നത്? 2. കണ്ടോ, എക്സിന് നമ്മൾ 1 എന്ന് കൊടുത്തു. എക്സിന് 0 കൊടുക്കാം 1 കൊടുക്കാം. ഞാൻ ആദ്യം 1 എന്ന് കൊടുത്തെന്ന് വെച്ചോ. 1 അറിയാതെ ആദ്യം അതാ എഴുതിയത്. അപ്പോൾ നമുക്ക് 2 കിട്ടി. കണ്ടോ, ഇനി എക്സിന് 0 കൊടുക്കുക. ഒരു വില എപ്പോഴും 0 കൊടുക്കാം. when x = 0, when x = 0, y = 3 × 0 - 1. 3 × 0 0 തന്നെ ആണല്ലോ. 0 - 1 എന്തുവാ? -1. അപ്പോൾ എക്സിന് 0 എന്ന് കൊടുത്താൽ വൈയുടെ വില എന്തുവാ? -1. ഈ ഗ്രാഫ് നമുക്ക് വരയ്ക്കാമല്ലോ. വരച്ചിട്ട് പോകാം. വേണ്ട, നമ്മുടെ ഗ്രാഫ് കിടപ്പുണ്ട്.
സംഭവങ്ങളെല്ലാം കിടപ്പുണ്ട് അല്ലേ. നമ്മുടെ പോയിൻറ്റ്സ് ഏതൊക്കെ പോയിൻറ്റ്സാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്? 0 - 1ഉം 1 2ഉം. 2 പോയിൻ്റ് ഉണ്ടല്ലോ, 0 - 1ഉം 1 2ഉം. 0 - 1 ഇതാണല്ലോ 0 - 1 തന്നെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടോ? -1ൻ്റെ അവർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ 0 - 1 എന്ന് പറയുന്ന പോയിൻ്റ് x 0ഉം y -1ഉം. 0 - 1. ഇനിയും അടുത്ത പോയിൻ്റ് എന്തായിരുന്നു? x 1 ആയിരിക്കുമ്പം നമുക്ക് 1 ആയിരിക്കുമ്പോൾ വൈയുടെ വില നമുക്ക് എത്ര കിട്ടിയേ? 2 കിട്ടി. അപ്പോൾ 1 2 x 1 ആയിരുന്നപ്പോൾ y 2 ദണ്ട് ഈ പോയിൻ്റ് മാർക്ക് ചെയ്തു. കണ്ടോ? റെഡിയല്ലേ? അപ്പോൾ അത് രണ്ടും കൂടെ യോജിപ്പിക്കുന്ന ഒരു പോയിൻ്റ്, രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ച് 1 2ഉം 0 - 1ഉം കൂടെ യോജിപ്പിച്ചങ്ങോട്ട് വരയ്ക്കാം. വേണ്ട ഗ്രാഫ് റെഡിയല്ലേ? ഇതിൻ്റെ പേരെന്തുമായിരുന്നു? y = 3x - 1. എളുപ്പത്തിന് വേണ്ടി വരയ്ക്കുന്നത് നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വരച്ചോണം കേട്ടോ. ഇനി അടുത്ത ഗ്രാഫ് അത് കഴിഞ്ഞു. അപ്പോൾ 3x - 1ൻ്റെ ഗ്രാഫ് നമ്മൾ കണ്ടല്ലോ. 3x - 1 ഗ്രാഫ് വരച്ചു. രണ്ടാമത്തെ y = 3x. അടുത്ത ഗ്രാഫിൽ നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ പോയിൻറ്റ്സ് ഒക്കെ വേണമല്ലോ. y = 3x. സിമ്പിൾ അല്ലേ? അതിൻ്റെ ഒത്തിരി ഗ്രാഫ് നമ്മൾ വരച്ചാണ്. 2 പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ് നമ്മൾ. എക്സും വൈയും. y എന്ന് പറയുന്നത് 3 × x കൊടുക്കുന്ന വില 0 ആണ്. പുട്ട് x 0 ആകുമ്പോൾ y 0, x-ന് 1 എന്ന് കൊടുക്കുമ്പോൾ y 3. ഇത്രയല്ലേ ഉള്ളൂ? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം. വേണ്ട 0 0 എന്ന് പറയുന്നത് x 0 ആയപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയേ? y-യും 0. കാരണം നമ്മുടെ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. അതുകൊണ്ട് ഇതിനെ നമ്മളിങ്ങനെ കോർഡിനേറ്റ് ആയിട്ട് എഴുതിയാൽ ഇത് 0 0, അടുത്തത് 1 3 എന്ന് പറയുന്ന പോയിൻ്റ്. ഈ 2 പോയിൻ്റ് മാർക്ക് ചെയ്താൽ മതി. 0 0 വേണ്ട കിടക്കുന്നു. ഒറിജിൻ ഇവിടെ കിടപ്പുണ്ട് 0 0. പിന്നോ x 1 ആയിരിക്കുമ്പോൾ y 3 ആണ്. വേണ്ട കണ്ടോ 1 എക്സിൻ്റെ അവിടെ നിന്ന് ഹൊറിസോണ്ടൽ 1 മാറി വെർട്ടിക്കലായിട്ട് നേരെ 3ലേക്ക് പോകും. 1 3 വേണ്ട ഇവിടെ ഒരു ഗ്രാഫാണ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ വരയ്ക്കാം. ഇത് 0 0 1 3 കൂടെ പോകുന്ന ഗ്രാഫ്. ഞാൻ പല കളർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് നല്ല മാർഗമുണ്ട്. കണ്ടോ? അപ്പോൾ എന്തുവായിരുന്നു മുമ്പിലത്തെ ഒക്കെ എന്താ പറഞ്ഞേ? അതിൻ്റെ മണ്ടയ്ക്കൂടെ പോയോ? y = 3x ഗ്രാഫാണ് ഈ കിടക്കുന്നത്. മറ്റേ മറിഞ്ഞു പോയത് ശ്രദ്ധിച്ചോണേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. ഇത് എളുപ്പം അങ്ങ് തീരും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? y = 3x + 1. അതിനും കോളം വേണമല്ലോ നമുക്ക്. y = 3x + 1 വാല്യൂ കൊടുക്കുക. ആദ്യം നമുക്ക് എപ്പോഴും എക്സിന് ഒരു 0 ഇട്ട് കൊടുത്തേക്കാമെങ്കിൽ വലിയ പാടില്ലാതൊരു വില കിട്ടും. ഇത് x, ഇത് y. എക്സിന് 0 കൊടുത്തു. അപ്പോൾ 3 × 0. y എന്ന് പറയുന്നത് 3 × 0 + 1 ആണ്. അപ്പോൾ 1 കിട്ടി. ഇനി എക്സിന് 1 കൊടുക്കുക. വെൻ x = 1. എക്സിന് എന്ത് വേണേലും വില കൊടുക്കുക. x 1 കൊടുക്കുമ്പോൾ നമുക്ക് y = 3 × 1 + 1. ദാറ്റ് ഈസ് 3 + 1 എത്ര കിട്ടുന്നത്? 4. അപ്പോൾ നമ്മുടെ ഇത് 1 കൊടുക്കുമ്പോൾ ഇവിടെ 4 കിട്ടി. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഏതൊക്കെയാണ്? 0 1ഉം പിന്നെ ഏതാ 1 4ഉം. റെഡിയല്ലേ? ഇതിനകത്തോട്ട് കൊടുക്കാം. 0 1. x 0 ആയിരിക്കുമ്പോൾ y 1. ഇതല്ലേ 0 1 എന്ന് പറയുന്നത് പോയിൻ്റ്. x 0 ആയിരിക്കുമ്പോൾ y 1. അവിടെ നമുക്ക് വേറൊരു കളർ കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയിപ്പോകും. x 0 ആയിരിക്കും 1. ഇനി എന്തുവാ? x 1 ആയിരിക്കുമ്പോൾ y 4 ആണ്. കണ്ടോ? x 1 എന്ന് പറയുന്ന ഈ പോയിൻ്റിൽ ഇവിടുന്ന് y 4 വേണ്ടി ഇവിടെ കിടക്കുന്നു. y 4. അപ്പോൾ അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. y 4. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്തോന്ന് നോക്കിയേ. ഈ ഗ്രാഫിൻ്റെ പേരെന്തുവാ? y = 3x + 1. ഈ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ആ ഗ്രാഫിൻ്റെ പ്രത്യേകത നന്നായിട്ട് ശ്രദ്ധിച്ചോണം. നമ്മൾ ഇതിനകത്ത് നിന്ന് ഓരോ പോയിൻറ്റ്സ് പഠിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ? y = 3x - 1, y = 3x, y = 3x + 1. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എല്ലാം ഒരേ നമ്പറാണ്. കണ്ടോ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റൊക്കെ ഒരേ നമ്പറായപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫുകളെല്ലാം പരസ്പരം പാരലലായിട്ട് വന്നു.
അപ്പോൾ കണ്ടല്ലോ, നമുക്കെന്തോ പ്രത്യേകത തോന്നിയേ, മനസ്സിലായോ? അതായത് നമ്മുടെ ജനറൽ ഇക്വേഷൻ y=ax+b എന്നുള്ള ഫോമിലാണ് അല്ലേ. നമ്മൾ മുമ്പേ എഴുതിയ ഇക്വേഷൻ്റെ വ്യത്യാസം y=ax+0. അതായത് ഇവിടെ ബി എന്നൊരു ടേം ഇല്ലായിരുന്നു, ബി ടേംസ് എല്ലാം 0 ആയിരുന്നു. നമ്മളോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവർ ബിഗിനിങ്ങിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇൻ ഈച്ച് കേസ് റിഫ്ലക്റ്റ് ഓൺ ദ റോൾ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി, ജനറൽ ഇക്വേഷൻ ax+b ആണ്. ബി 0 ആകുന്നതെല്ലാം നമ്മൾ ആദ്യം ചെയ്ത പോലെ എല്ലാം എന്താണ് പോയത്? ഒറിജിനിൽ കൂടെ കടന്നു പോയി അല്ലേ. y=a കോൺസ്റ്റൻ്റ് എന്നുള്ള ടേം എല്ലാം എന്തോ ചെയ്തു, അതിൻ്റെ എല്ലാം ഗ്രാഫ് എവിടെ കൂടെ പോയി? ഒറിജിൻ. അതായത് ബി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ലായിരുന്നു. ബി 0 ആയി. y=4x, y=5x, ഇങ്ങനെ നമ്മൾ ഓരോ കോൺസ്റ്റൻറ്റ് കണ്ടു അല്ലെ. -3x, ഇങ്ങനെയൊക്കെ വൈയുടെ വാല്യൂസാണ് വരുന്നതെങ്കിൽ ഈ ലൈനുകളെല്ലാം എവിടെയാണ്? ഒറിജിൻ വഴി പാസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കോർഡിനേറ്റ് 0, 0 ആയിരിക്കും. കണ്ടല്ലോ ഇത്. ഇനി നമ്മൾ ഇപ്പോൾ ചെയ്തത് എന്തുവാ? ഇവിടുത്തെ പ്രത്യേകത, നാലാമത് ചെയ്ത ക്വസ്റ്റിൻ്റെ എല്ലാം പ്രത്യേകത, അതിൻ്റെ എല്ലാം കോഎഫിഷ്യൻ്റ് കണ്ടോ. y=3x - 1, y=3x, y=3x+1. ഇവിടെ എല്ലാം പ്രത്യേകത എന്താണ്? ആ ax+b എന്നുള്ള ഫോമിനകത്ത് കിടക്കുമ്പോൾ അവിടുത്തെ a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് എല്ലാം ഒന്ന് തന്നെയാണ് കണ്ടോ. അപ്പം ഈ a എന്ന് പറയുന്നതെല്ലാം ഒരേപോലെയാണ്. ax+bയുടെ a എല്ലാം ഒരുപോലാണെങ്കിൽ ആ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രത്യേകത എന്താ? ദേ ആർ ഓൾ പാരലൽ. കണ്ടോ, എല്ലാ ലൈനും പാരലായിട്ട് വന്നു. അപ്പോൾ ആ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് a കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതെല്ലാം ലൈൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരത്തുള്ളൂ? പാരലായിട്ട്. പാരലൽ എന്ന് പറഞ്ഞാൽ എന്തോ ഇത് നമ്മൾ എത്ര നീട്ടിയാലും ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. ബോത്ത് സൈഡിലേക്ക് നമ്മൾ നീട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ പാരലായിട്ട് പോകും. അങ്ങനെ വരുന്ന ലൈൻസിന് ലൈൻസ് ദാറ്റ് നെവർ ഇൻ്റർസെക്ട് ഈവൻ ഇഫ് ദേ ആർ എക്സ്റ്റെൻഡഡ് ഇൻ എനി ഡയറക്ഷൻ, അതിനെ നമ്മൾ പാരൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്ക് മാറ്റിയാലും കൂട്ടിമുട്ടാത്ത ലൈൻസിനെ നമ്മൾ പാരൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അതെല്ലാം. എന്താ ഇവിടെ പുസ്തകത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കേ. y=2x+5, y=2x+1, y=2x - 1ൻ്റെ എല്ലാം ഗ്രാഫ് കണ്ടോ. ഇതെല്ലാം ആ 2x എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അതായത് എയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എല്ലാം സെയിം ആകുമ്പം ആ ലൈൻ എങ്ങനെ പോകത്തുള്ളൂ? എല്ലാം പാരലായിട്ട് പോകും. മനസ്സിലായോ? ഈ കോൺസ്റ്റൻ്റിൽ ഈ 1 അല്ലെ പ്ലസ് എന്ന് പറയുന്ന നമ്പർ ബി എന്ന് പറയുന്ന നമ്പർ ഇല്ലെങ്കിൽ അതെല്ലാം ഒറിജിനിൽ കൂടെ പോകുന്ന ആദ്യം നമ്മൾ കണ്ടു. മനസ്സിലായല്ലോ? അത് നമുക്കിനി അതുപോലെയുള്ള പ്രത്യേകതകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇനി അടുത്ത ഗ്രാഫ് കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ ഒരു ഗ്രാഫ് പേപ്പറിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് വരച്ചൊന്നും സമയം കളയണ്ട. കണ്ടോ, അടുത്തത് നോക്കിക്കേ. y=-2x - 3, y=-2x, y=2x+3. ഇത്രയും പോയിൻറ്റ്സ് ആണ് നമുക്കിനിയും പ്ലോട്ട് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു ഗ്രാഫ് പേപ്പറിൽ ഇവിടെ ഒരു കിടപ്പുണ്ടെന്നല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഇവിടെ ഒരു നമ്പർ കിടപ്പുണ്ടെന്ന് നമുക്ക് ഇതേലോട്ട് അങ്ങ് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ സമയം കളയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും, ലെങ്തി ആകും വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ടീച്ചർ അതൊന്ന് വേഗം ചെയ്ത് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. എന്ത് ചെയ്യണം നമ്മുടെ ഗ്രാഫ്? അപ്പോൾ ശ്രദ്ധിച്ചു, നമുക്ക് പോയിൻറ്റ്സ് എന്തായാലും പ്ലോട്ട് ചെയ്യണമെങ്കിൽ, നമുക്ക് ആ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എന്തായാലും പോയിൻറ്റ്സ് എടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. y=-2x - 3. നമുക്കാദ്യം അതിൻ്റെ വേണ്ടുന്ന പോയിൻറ്റ്സ് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്യണമല്ലോ. അപ്പോൾ നോക്കിക്കേ, ഒരെണ്ണം എക്സ്, ഒരെണ്ണം വൈ അല്ലേ. ഇത് വൈ. എക്സിന് ഞാനങ്ങ് 0 എന്ന് കൊടുത്തു. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ y=-2 × 0 - 3. ഇത് 0 ആണല്ലോ. 0 എടുക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? -3 എന്ന് കിട്ടും ഒരു പോയിൻറ്റ്. കണ്ടോ. ഇനി നമുക്ക് എക്സിന് വേറൊരു വാല്യൂ എടുക്കാം. എന്ത് വേണേൽ വാല്യൂ എടുക്കാം. 1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഏത് വാല്യൂ -1 കൊടുക്കാം. എന്ത് വില വേണേലും നമുക്ക് കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് ഒരു വാല്യൂ കിട്ടുമെന്നേ ഉള്ളൂ. ഞാൻ ആദ്യം എക്സിന് 1 എന്ന് കൊടുക്കുന്നു കണ്ടോ. അപ്പോൾ y=-2 × 1 - 3. -2 × 1 എന്തോ പ്ലസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആണല്ലോ. -2 - 3. രണ്ടിൻ്റെയും ചിഹ്നം ഒന്ന് തന്നെയാണ്. സെയിം സൈൻ ആണെങ്കിൽ എന്തോ റൂള്? ആഡ് ദം ടുഗദർ ആൻഡ് പുട്ട് ദ ഗീവൺ സൈൻ. തമ്മിൽ കൂട്ടി തന്നിരിക്കുന്ന ചിഹ്നം. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് -5 ഇട്ട് കണ്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിൻ്റ് എന്താ കിട്ടുന്നത്? -5. നമുക്ക് ഇത്രയും വലിയ നമ്പർ വേണ്ട. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് താഴെ വരെ -5 വരണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വാല്യൂ കൂടെ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നു. വെൻ x = -1. എക്സിന് ഞാൻ -1 എന്ന പേര് കൊടുത്തു. -1 എന്ന് പേര് കൊടുത്തപ്പോൾ നമുക്ക് എന്തോ കിട്ടി? പേരല്ല സോറി, -1 എന്ന് വാല്യൂ കൊടുത്തു. y=-2 × -1
-3 അല്ലേ? ഒരേ ചിഹ്നമാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സെയിം സൈൻ പോസിറ്റീവ്, ഓപ്പോസിറ്റ് സൈൻ നെഗറ്റീവ് ഫോർ 2 നമ്പേഴ്സ്. അപ്പം -2 × -1 +2 വന്നു -3 അല്ലേ? രണ്ടും 2ൽ നിന്നും 3 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്, സാധാരണ 3ൽ നിന്ന് 2 കുറയ്ക്കും, എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുക്കും. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1 എടുത്താൽ വൈയുടെ വാല്യൂ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് എന്താ കിട്ടുന്നത്, -1 കിട്ടും. കണ്ടോ? when x is equal to -1, y is equal to -1. then അപ്പോൾ നമുക്ക് ഈ പോയിന്റ് രണ്ടും കൂടെ എളുപ്പമുണ്ടല്ലോ പ്ലോട്ട് ചെയ്യാൻ. 0 -3യും പ്ലോട്ട് ചെയ്യണം, -1 -1 കൂടെ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഗ്രാഫിൽ വരയ്ക്കുന്ന ആയിരുന്നു ഒന്നുകൂടെ ബെറ്റർ. കാരണം നോക്കാം -2 അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് -2 -3 ഒക്കെ പ്ലോട്ട് ചെയ്യാനായിട്ട് സ്ഥലം കിടപ്പുണ്ട്. ഇതിനകത്ത് എന്തോ ഒരു ഗ്രാഫ് വരച്ചുണ്ട്, അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ എടുത്ത് ഗ്രാഫ് എടുത്ത പോയിൻറ്റ്സ് ഏതൊക്കെയാണ് പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ, ആദ്യത്തെ y is equal to -2x -3. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട പോയിൻറ്റ് 0 -3യും -1 -1ഉം. 0 -3 -1 അപ്പോൾ നോക്കിയോ, നമ്മൾ ഗ്രാഫ് വേറൊരെണ്ണം ഒന്ന് വരച്ചു. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് മാർക്ക് ചെയ്യുമ്പം ഒരു ഭംഗിയില്ലാതെ വരും അല്ലേ, അവിടെ ഇവിടെയൊക്കെ വേറെ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യുക. ആദ്യത്തെ ഗ്രാഫ് അങ്ങ് വരയ്ക്കാൻ നമുക്ക് വേണ്ടുന്നത് 0 -3 അല്ലേ, ഞാൻ 1 -5 കൂടെ വരച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് അഥവാ വേണോ നിങ്ങൾക്ക് ഏതാ പോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോയിൻ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 2 പോയിൻറ്റിൻ്റെ ആവശ്യമുള്ളൂ, വേറെ 2 പോയിൻ്റ് ആയാലും. അപ്പോൾ x 0 ആയിരുന്നപ്പോൾ y -3 അല്ലേ, ഇതല്ലോ x 0 ആയിരുന്നപ്പോൾ y -3 എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റാണ് 0 -3 എന്ന് പറയുന്ന പോയിന്റ്. 0 -3 ഒത്തിരി വരയ്ക്കണം, നമ്മൾ അധികം എഴുതിയിടാൻ പോകണ്ട. പിന്നെ x -1 ആയിരുന്നപ്പോൾ y -1 അല്ലേ, -1 x -1 ആപ്പം y-യും -1. അതുകൊണ്ട് ഈ പോയിൻ്റാണ് -1. ഒരു പോയിന്റ് മുമ്പേ നമ്മൾ ഇട്ടതൂടെ ഒന്ന് മാർക്ക് ചെയ്യാം, വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കിയേ. x 1 ആയിരുന്നപ്പോൾ y എത്ര കിട്ടിയേ, -5. x 1 ആയിരുന്നപ്പോൾ y എത്ര കിട്ടിയേ, -5. ഏതൊക്കെയായിരുന്നു, -2x അല്ലായിരുന്നു, -2x -3 വരുമ്പോൾ നമുക്ക് -2 -0 വന്നു, 0 -3 വന്നു. എക്സിന് 1 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് -2 × 1 -2 -3. അപ്പോൾ നമുക്ക് ഏതാ പോയിൻ്റ് കിട്ടിയേ, പോയിൻ്റ് കിട്ടിയത് 1 ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻ്റ് എന്ന് പറയുന്നത് -5 ആണ്. അപ്പോൾ 1 ഇടുമ്പോൾ കിട്ടുന്ന പോയിൻ്റ് -5 ആണ്. 1ൻ്റെ നേരെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് -5. നമുക്ക് എന്തോ ഒരു പ്രശ്നം വന്നല്ലോ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. വൈക്ക് 0 എക്സിന് 0 ഇട്ട് കൊടുത്തപ്പോൾ y -3 ഓക്കെ. എക്സിന് 1 ഇട്ട് കൊടുത്താൽ -2 -3 -5. എക്സിന് -1 ഇട്ട് കൊടുത്താലോ, -1 എന്ന് ഇട്ട് കൊടുത്താൽ 2 എന്നു, 2 -1 എന്ന് പറയുന്നത് -1 കിട്ടി. എക്സ് -1 ആണ്, y -1 ഓക്കെ. നമുക്ക് 1 -5 ഒന്ന് മാർക്ക് ചെയ്യാം. എന്താണ് ഈ 2 പോയിൻ്റ് ഉണ്ട്. 0 -3 ഉണ്ടായിരുന്നു, മാർക്ക് ചെയ്തു. പിന്നെ വന്നത് 1 -5 അല്ലെങ്കിൽ -1 -5. എക്സ് 1 ആയിരുന്നപ്പോൾ y -5 ആണ്. അതുകൊണ്ട് ഇതാണ് 5 ഉണ്ടോ. എക്സ് -1 ആയിരുന്നപ്പോൾ y 1, അതും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ നോക്കിക്കേ, ഇതെല്ലാം കൂടെ കീപ്പോട്ട് വരുന്നേ നോക്കിക്കേ. എക്സ് ഈ പോയിന്റ് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. ഇത് 1 ആയിരുന്നപ്പോൾ നമുക്ക് 1x 1 ആയിരുന്നപ്പോൾ y -5 ആണ്. അതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം, ഇത് 3ഉം കൂടെ നമുക്കൊന്ന് കണ്ട എല്ലാം കൂട്ടി മുട്ടിയിരിക്കും, ഒരു സംശയവും ഇല്ല. നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതെല്ലാം ഒരുപോലെ മുട്ടുന്ന പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. കാരണം ഈ ലൈനിൽ ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇതിൻ്റെ സൊല്യൂഷനായിട്ടല്ലെങ്കിൽ ഉണ്ട്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിൻ്റെ പേരെന്താ, y is equal to -2x -3. കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഒരെണ്ണം കൂടെ ഉള്ളൂ, സമയത്തിരി പോകണ്ട, എളുപ്പം വരയ്ക്കാം നമുക്ക്. അടുത്ത ഗ്രാഫ് എന്തായിരുന്നു, y is equal to 3x ആയിരുന്നു അല്ലേ, y is equal to 3x ആയിരുന്നു അടുത്ത ഗ്രാഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രാഫ് വരയ്ക്കാം. y is equal to 3x അല്ലല്ലോ, y is equal to -2x ഇതായിരുന്നു. y is equal to -2x. അതിൻ്റെ പ്ലോട്ട് ചെയ്യണമല്ലോ, നമുക്ക് പോയിന്റ് വേണമല്ലോ. y is equal to -2x. y is equal to -2x. അപ്പോൾ വേഗം തന്നെ നമുക്ക് 2 പോയിൻ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ എളുപ്പമുണ്ട് വരയ്ക്കാൻ. ഇത് എക്സ്, ഇത് y എന്തുവാ, -2 × x ആണ്. 0 എന്ന് കൊടുത്തു. 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും, 0 തന്നെ കിട്ടും. എക്സിന് 1 കൊടുക്കുക, അപ്പോൾ -2 × 1 എന്തോ കിട്ടി, -2 കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, 0 0യും 1 -2. ഇത് രണ്ടും പ്ലോട്ട് ചെയ്താൽ മതിയല്ലോ, 0 0യും 1 -2. ഇതാണ് നമ്മുടെ ഗ്രാഫ് എടുത്തു. 0 0യും 1 -2 ഇതിനകത്തോട്ടൊന്ന് ഗ്രാഫിലോട്ട് വരച്ചതൊക്കെ
0 0 ഈ പോയിന്റ്. ഇതാണല്ലോ 0 0. പിന്നെ എക്സ് എന്ന് പറയുന്ന പോയിന്റ്, അടുത്ത പോയിന്റ് എന്താ 1 ആണെങ്കിൽ -2, എക്സ് 1 ആണെങ്കിൽ y -2. ഇതുകൊണ്ട് ഈ പോയിന്റ് ആണല്ലോ ഇതാ ഈ പോയിന്റ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഗ്രാഫ് ഇട്ടൊന്ന് സ്പീഡ് വരയ്ക്കാം. -2 നമുക്ക് വേറൊരു കളർ എടുക്കാം. അപ്പോൾ നമുക്ക് ആ ഗ്രാഫിൻ്റെ കാര്യത്തിലൊരു തരും. ഉണ്ടോ? മുമ്പിലത്തെ സംഭവം തന്നെ ഇത് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? -2x. അതിൻ്റെ പ്രത്യേകത ഉണ്ടോ? അത് ഒറിജിനിൽ കൂടെ പോകുന്നേ ഉണ്ടോ? y = -2x ഒറിജിനിൽ കൂടെ പോയി. കഴിഞ്ഞല്ലോ, ഗ്രാഫ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എന്താ മൂന്നാമത്തെ? 2x + 3. y = 2x + 3. 3 പോയിന്റ് പ്ലോട്ട് ചെയ്യണമല്ലോ. y = 2x + 3. എളുപ്പം അങ്ങോട്ടൊന്ന് പ്ലോട്ട് ചെയ്തേ. y = 2x + 3. y = 2x + 3. നമുക്ക് 2 പോയിന്റ് വേണം. ഇത് എക്സ്, ഇത് വൈ. 0 ആയി. എക്സ് 0 എന്ന് കൊടുത്തേ. അപ്പോൾ വൈ എന്താ? 2 × 0 + 3 0, 3 കിട്ടി അല്ലേ? ഇനി എക്സിന് 1 എന്ന് കൊടുക്കുക. എക്സ് 1 ആയിരിക്കുമ്പോൾ 2 × 1 + 3. 2 1s are 2 + 3 എത്ര കിട്ടി? 5. മതിയല്ലോ. നമുക്ക് ഇച്ചിരി പോയിന്റ് നമ്മുടെ ഗ്രാഫിൽ സ്ഥലം ഉണ്ടാവും. നമുക്ക് അത് തന്നെ പോയിന്റ്. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ് ഏതൊക്കെയാണ്? 0 3ഉം 1 5ഉം കൂടെ വരച്ചാൽ നമുക്ക് അതിൻ്റെ ഗ്രാഫായി. ഇതാണ് എടുക്കുക 0 3. എക്സ് 0 ആയിരിക്കുമ്പോൾ y 3, എക്സ് 0 ആയിരിക്കുമ്പോൾ y 3 ആണല്ലോ. എക്സ് 0 y 3. അടുത്ത 1 5. എക്സ് 1 ആയിരിക്കുമ്പോൾ y എത്ര പോന്നെ? 5. ഭാഗ്യം നമ്മൾ 5 വരെയുണ്ട് അല്ലേ? എക്സ് 1 ആയിരിക്കുമ്പോൾ y 5 ആണ് ഈ ഗ്രാഫ്. എക്സ് 0 ആയിരുന്നപ്പോൾ y 3 ആണ്. എക്സ് 1 ആയിരുന്നപ്പോൾ y 5 ആണ്. അപ്പോൾ 1 5 പോയിന്റ് കറക്റ്റാണ്. എക്സ് 0 ഈ 2 പോയിന്റും കൂടെ നമുക്ക് വന്നിട്ട് ഏതൊക്കെയാണ്? 2x + 3. ഇവിടെ -2x ആയിരുന്നുകൊണ്ട് -2x അല്ലല്ലോ ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും പെക്യുലിയാരിറ്റി കാണും. ഇവിടെ y = -2x ആയിരുന്നു. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരുന്നു? -2. ഈ രണ്ടാമത്തേനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരുന്നു? -2. അപ്പോൾ ആ 2 ഗ്രാഫും കണ്ടോ? ഇത് രണ്ടും അല്ലായിരുന്നു അതിൻ്റെ ഗ്രാഫ്. രണ്ടും പാരലായിട്ട് പോയി. കണ്ടോ? 2 ഗ്രാഫും പാരലാണ്. കാര്യം ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ y = ax + b എന്ന് പറയുന്ന y = ax + b എന്ന് പറയുന്ന ജനറൽ ഫോമുലയിലെ എയുടെ വാല്യൂ y = 2 -2x -3 y = -2x. ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരുപോലെ ആയതുകൊണ്ട് ഈ 2 ലൈൻ കണ്ടോ? y = -2x y = -2x -3 ഈ 2 ലൈനും പാരലായിട്ട് പോയ കണ്ടോ? എന്നാൽ ഈ 2 ലൈനിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് 2x -2 അല്ലല്ലോ, 2 എന്ന് പറയുന്നത് 2x + 3 വന്നപ്പോഴത്തേക്ക് അത് വേറൊരു ലൈൻ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിനകത്ത് ഈ 3 എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ax + b എന്ന് പറയുന്ന സാധനം എന്താണ് നമുക്ക് നോക്കാം. b എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ അതിനെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. എന്താണ് ഈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന പോയിന്റ്? ഇൻ്റർസെപ്റ്റ് എക്സ് ഇൻ്റർസെപ്റ്റും y ഇൻ്റർസെപ്റ്റും ഈ ഗ്രാഫിൽ ടീച്ചർ കാണിച്ചു തരാം. നമുക്ക് 0 3 0 എന്ന് പറയുന്ന ഒരു പോയിന്റും അടയാളപ്പെടുത്തണം. 0 4 എന്ന് പറഞ്ഞ പോയിന്റും ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഇതാണ്ട് എക്സ് 3 ആയിരുന്നപ്പോൾ y 0. ഇതാണല്ലോ 3 0 എന്ന് പറയുന്ന പോയിന്റ്. ക്ലിയർ അല്ലേ? ഇനി 0 4 0ൽ നിന്ന് 4ലേക്ക് 0 4 നമുക്ക് ഈ 2 ലൈനും കൂടെ ഈ 2 പോയിന്റും കൂടെ ചേർത്ത് നമുക്കൊന്ന് വരച്ച് നോക്കാം. നോക്കിക്കേ, ശ്രദ്ധിച്ചോണം ഈ പോയിന്റ് കേട്ടോ. എന്താണെന്ന് നമുക്ക് വലിയ ക്ലാസ്സിലൊക്കെ ഇതൊക്കെ എപ്പോഴും പഠിക്കാനുള്ളതാണ്. ഈ ലൈൻസിൻ്റെ +1 +2 ഒരുപാടുള്ളതാണ് ഈ സ്ട്രെയിറ്റ് ലൈനും അതിൻ്റെ ഇക്വേഷൻസൊക്കെ. അതുകൊണ്ട് ഈ ലെസൺ നന്നായിട്ട് എല്ലാവരും പഠിച്ചു. അതുകൊണ്ട് നോക്കിക്കേ, ഈ 3 0 0 4 എന്ന് പറയുന്ന പോയിന്റിനകത്ത് ഈ എക്സ് ആക്സിസിനെ 3 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലൈൻ y ആക്സിസിനെ ഏത് പോയിന്റിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്? 4 എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് x 3 ആണല്ലോ y 0. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഇൻ്റർസെപ്റ്റ്
എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. കണ്ടോ, ഇത് വൈ ആക്സിസിന് ഏതാണ്ട് ഇത്രയുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ആയിരിക്കും അതിനെ വിളിക്കുന്നത് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും എന്താണെന്ന് മനസ്സിലായല്ലോ. എക്സ് ആക്സിസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് അല്ലെ, ആ പോയിൻ്റ് ആണ് അതിനകത്തെ എക്സ് ഇൻ്റർസെപ്റ്റ്. എക്സ് ആക്സിസിനെ ആകുമ്പോൾ എന്തായാലും വൈ കോർഡിനേറ്റ് 0 വരത്തുള്ളൂ. പിന്നെ വൈ ആക്സിസിനെ ഏതെങ്കിലും ഒരു പോയിന്റ് കട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് 0 എന്നാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ആ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കുമല്ലോ 4 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇത് നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എ ബി എന്ന് പറയുന്ന എ എക്സ് പ്ലസ് ബിയിലെ എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ബിയിൽ എന്ന് പറയുന്ന സാധനത്തിന് എന്തോ പറയുന്നത് ഇൻ്റർസെപ്റ്റ് അല്ലെങ്കിൽ വൈ ഇൻ്റർസെപ്റ്റ്. കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. എക്സ് ഇൻ്റർസെപ്റ്റ് ആൻഡ് ഇവിടെയും കണ്ടോ, എല്ലാം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരുപോലായാൽ ലൈനുകളെല്ലാം പാരലായിരിക്കും. പക്ഷേ വൈ ഇൻ്റർസെപ്റ്റ് മാറുന്നതനുസരിച്ച്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് മാറുന്നതനുസരിച്ച് ഗ്രാഫിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഈ പോയിൻറ്റ്സ് കൂടി ഉള്ളൊന്ന് ശ്രദ്ധിച്ച്. ഇൻ ദ ഇക്വേഷൻ y is equal to ax plus b, a represents the slope. a വിളിക്കുന്ന പേരാണ് സ്ലോപ്പ്. കണ്ടോ, ഈ ചരിവിന് പറയുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ചരിഞ്ഞ പ്രതലം അല്ലേ. ഈ സ്ലോപ്പിന് പറയുന്ന പേരാണ് ഈ ചരിവ്, അതായത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ സ്ലോപ്പ്. ആ സ്ലോപ്പിന് പറയുന്ന പേരാണ് നമ്മൾ എ എന്നുള്ള ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് ടാൻ തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ ക്ലാസ്സിൽ ട്രിഗ്നോമെട്രി ഒക്കെ അടുത്ത വർഷം പഠിച്ചു കഴിയുമ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേറെ ഫോർമുലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഇതിനെ ഇങ്ങനെ മാത്രമേ നമ്മുടെ പുസ്തകത്തിൽ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, അതൊന്ന് മനസ്സിലാക്കി പോകുക. ഇൻ ദ ഇക്വേഷൻ y is equal to ax plus b, a represents the slope of the line and b represents the y intercept. y intercept മനസ്സിലായല്ലോ, y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്. ഇഫ് യു ചേഞ്ച് ദ വാല്യൂ ഓഫ് എ കീപ്പിംഗ് ബി ഫിക്സഡ്, എല്ലാത്തിൻ്റെയും ബി സെയിം ആണ്, ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ചേഞ്ചസ് വൈൽ ദ y intercepts remain fixed. വൈ ഇൻ്റർസെപ്റ്റ് ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷേ ആ ചരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, അതായത് ബി എല്ലാം സെയിം ആണെങ്കിൽ അതിനകത്ത് വൈ ഇൻ്റർസെപ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ സ്ലോപ്പ് മാത്രം മാറിപ്പോകും. തിരിച്ച് സ്ലോപ്പ് സെയിം ആണല്ലോ. ഇഫ് യു ചേഞ്ച് ദ വാല്യൂ ഓഫ് ബി കീപ്പിംഗ് ദ വാല്യൂ ഓഫ് എ ഫിക്സഡ്, ദ ലൈൻ ഷിഫ്റ്റ് ബട്ട് റിമെയിൻ പാരലൽ ടു ദ ഒറിജിനൽ ലൈൻ. ആദ്യത്തെ ലൈനിന് പാരലായിട്ടാണ്, നമ്മൾ കണ്ടല്ലോ 2-3 ലൈൻ ഒരുപോലെ വരുന്നത്. ദസ് ലൈൻസ് വിത്ത് ഈക്വൽ സ്ലോപ്സ് ബട്ട് ഡിഫറൻറ്റ് വൈ ഇൻ്റർസെപ്റ്റ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഒരേ എക്സ് അതാണ്ട് എക്സിൻ്റെ എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് അല്ലേ, സ്ലോപ്പ് ഇതില്ല ഇതിനകത്ത് സ്ലോപ്പ് ഒരുപോലെ വരികയും വൈ ഇൻ്റർസെപ്റ്റ് ഡിഫറൻറ്റ് ചെയ്യുകയും ചെയ്താൽ ആ ലൈൻസ് എല്ലാം എന്തായിരിക്കും, പാരലായിരിക്കും. അതേസമയം തിരിച്ച് നമുക്ക് ഇവിടുത്തെ കണ്ടോ വാല്യൂസ് എല്ലാം മാറി, വൈ ഇൻ്റർസെപ്റ്റുകളെല്ലാം സെയിം ആയിട്ട് വരുവാണ്. ഇതിനകത്ത് വരച്ചിട്ടില്ല നമ്മൾ ഗ്രാഫ്, വൈ ഇൻ്റർസെപ്റ്റ് ഇതിനകത്തില്ല. വൈ ഇൻ്റർസെപ്റ്റ് സെയിം ആയിട്ട് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഇഫ് യു ചേഞ്ച് ദ വാല്യൂ ഓഫ് എ കീപ്പിംഗ് ബി ഫിക്സഡ്, ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ചേഞ്ചസ് വൈൽ ദ വൈ ഇൻ്റർസെപ്റ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ്. വൈ ഇൻ്റർസെപ്റ്റ് സെയിം ആണ്, സ്ലോപ്പ് ഇങ്ങനെ മാറിയൊക്കെ വരും. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗ്രാഫ് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ അല്ലേ, എല്ലാം ഈക്വൽ ആയിട്ട് വരുന്ന ഗ്രാഫാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വൈ ഇൻ്റർസെപ്റ്റ് മറ്റേ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 0 കൂടെ 0 എന്ന് പറയുന്നത് y is equal to 4x 3x എന്നൊക്കെ പറയുമ്പോൾ എന്തുവാ 0 പോകുന്ന ആൻസറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ക്വസ്റ്റിനകത്തെ മനസ്സിലായല്ലോ എന്തൊക്കെയാണ്, വാട്ട് ഈസ് ദ റോൾ അല്ലേ, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ആൻഡ് ബി. ഇത് ആൻസർ വേണ്ടി ഇവിടെ കിടപ്പുണ്ട്. ദ വാല്യൂ ഓഫ് എ, if we change the value of a keeping b fixed, the slope of the line changes. അടുത്തതോ, if we change the value of b keeping the value of a fixed, then the lines are parallel. then ഇത് മാത്രം എഴുതിയാൽ മതി, lines with equal slopes but different y intercepts are parallel to each other. then ഇവിടെ ഈ 3 പോയിന്റ് മനസ്സിലാക്കി എഴുതിയാൽ മതി എൻ്റെ ആൻസർ. മനസ്സിലായല്ലോ. അപ്പോൾ 2.6 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീണ്ടും ഇത് നിസ്സാരമല്ലേ, ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും ഇല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫ് പേപ്പറൊക്കെ മേടിച്ചിട്ട്, അപ്പോൾ നമുക്ക് ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റും. പല കളറൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ഈ ഗ്രാഫെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വരച്ച് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.